അടുത്ത ടോപ്പിക്കാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയുടെ തന്നെ രണ്ട് ടൈപ്പാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റിയിലെ 2 ടൈപ്സ് ഓഫ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ലൈഫിൽ നേടിയെടുക്കുന്ന 2 ടൈപ്പ് ഇമ്മ്യൂണിറ്റിയിലൊന്നാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഹോസ്റ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ആൻറ്റിജൻ, നമ്മുടെ ബോഡി ഏതെങ്കിലും ആൻറ്റിജനുമായിട്ട് എക്സ്പോസ്ഡ് ആണെങ്കിൽ അത് ഏത് തരത്തിലാവാം, ലിവിങ് ആവാം. ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസം, നമ്മുടെ ബോഡിയുടേതല്ലാത്ത എന്ത് ഫോറിൻ പാർട്ടിക്കിൾസിനെയും നമ്മൾ ആൻറ്റിജൻ എന്നാണ് പറയുക. സോ നമ്മുടെ ബോഡിക്ക് അല്ലാണ്ട് അൺനോൺ ആയിട്ടുള്ള എല്ലാത്തിനെയും നമ്മൾ എന്താ പറയുക, ഫോറിൻ പാർട്ടിക്കിൾസിനെയൊക്കെ ആൻറ്റിജൻ എന്നാണ് പറയുക. സോ വെൻ ഹോസ്റ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ആൻറ്റിജൻ, ആ ആൻറ്റിജൻ എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസം, അത് ലിവിങ് ടൈപ്പ് ആവാം, ലിവിങ് ടൈപ്പ് പാത്തജൻസ് അങ്ങനെയാവാം, അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില പ്രോട്ടീൻ ഫോമിലുള്ളതായിരിക്കാം, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോട്ടീൻ ഫോമുകളാവും. ഏത് തരത്തിലുള്ള ആൻറ്റിജനുമായിട്ടും നമ്മുടെ ഹോസ്റ്റ് ബോഡി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹോസ്റ്റ്. നമ്മുടെ ബോഡിയിൽ ഏതൊരു ടൈപ്പ് ആൻറ്റിജൻ കയറുകയാണെങ്കിലും, ഫോറിൻ പാർട്ടിക്കിൾസ് കയറിയാലും നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ വെൻ ഹോസ്റ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ആൻറ്റിജൻ, നമ്മുടെ ഹോസ്റ്റ് ഏതെങ്കിലും ഒരു ആൻറ്റിജനുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അത് ലിവിങ് ഫോമിലോ ഡെഡ് മൈക്രോ ഫോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫെക്ഷ്യസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഫോമിലോ ഉള്ള ആൻറ്റിജൻസുമായിട്ട് ഹോസ്റ്റ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹോസ്റ്റിൻ്റെ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനത്തെ ഇമ്മ്യൂണിറ്റിയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി തന്നെ. ഈ പറഞ്ഞ ആൻറ്റിജൻസുമായി എക്സ്പോസ് ചെയ്തിട്ട് ആ ബോഡി പ്രൊഡ്യൂസ് ചെയ്യണ ആൻറ്റിബോഡീസ് അതിലൂടെ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ആൻറ്റിജൻസുമായിട്ടുള്ള എക്സ്പോഷർ കാരണം ആ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ ഇങ്ങനെ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. ബിക്കോസ് ആ ആൻറ്റിജൻ കയറി പ്രൈമറി സെക്കൻഡറി റെസ്പോൺസ് ഒക്കെ വന്ന് അതിനനുസരിച്ച് ഇമ്മ്യൂണിറ്റി കാണും. സോ സ്ലോ ആണ്. അതുപോലെ ടേക്ക് ടൈം ടു ഗിവ് ഫുൾ ഇഫക്റ്റീവ് റെസ്പോൺസ്. സോ സ്ലോ ആയിട്ട് മാത്രമേ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. അതുപോലെ അതിനൊരു ഇഫക്റ്റീവ് റെസ്പോൺസ് ഈ പാത്തജന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൻറ്റിജൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എഫക്റ്റീവ് റെസ്പോൺസ് എടുക്കാനായിട്ട് ടൈം എടുക്കും. പെട്ടെന്ന് നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റി അല്ല ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ ഇതൊരു ടൈപ്പ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി തന്നെയാണ്. ഇത് എങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാം, എങ്ങനെ നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഒന്നാമത്തത് ഇൻജെക്റ്റിംഗ് മൈക്രോബ്സ് ഡ്യൂറിങ് ഇമ്മ്യൂണൈസേഷൻ. നമ്മുടെ ബോഡിയിലെ വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ പ്രോസസ്സിലൂടെ നമ്മുടെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസത്തിനെ ഇൻജെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, സോ നമ്മുടെ ബോഡിയിൽ മൈക്രോബ്സിനെ ഇൻജെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ വഴി, അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഓർഗാനിസം ഈ പാത്തോജനിക് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസം ഗെയിനിങ് ആക്സസ് ഇൻ ടു ദ ബോഡി ഡ്യൂറിങ് നാച്ചുറൽ ഇൻഫെക്ഷൻ, നമ്മുടെ ബോഡിയിൽ നാച്ചുറൽ ഇൻഫെക്ഷനിലൂടെ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ഓർഗാനിസം കയറുകയാണെങ്കിൽ, അതിനൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ, ഈ 2 രീതിയിലും എന്തുണ്ടാവും, ഇൻഡ്യൂസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. 2 രീതിയിലാണെങ്കിലും ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. ഒന്നുകിൽ നമ്മുടെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസത്തിനെ ഇൻജെക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് അങ്ങനെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നേടിയെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ഏജൻസ്, ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാലും എന്തുണ്ടാവും, നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് പറഞ്ഞത്, എപ്പോഴൊക്കെ ഹോസ്റ്റ് ആൻറ്റിജനുമായിട്ട് എക്സ്പോസ്ഡ് ആവണോ അപ്പോഴൊക്കെ നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ ആൻറ്റിജനുമായി എക്സ്പോഷർ ഉണ്ടാവുന്നത് മൂലം നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി വഴി നമുക്കുണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വരണമെങ്കിൽ ഒന്നുകിൽ നമ്മൾക്ക് ഈ മൈക്രോ ഓർഗാനിസത്തെ നമ്മുടെ ബോഡിയിൽ ഇൻജെക്റ്റ് ചെയ്തുകൊണ്ട് വരാം, നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ബോഡിയിൽ ഒരു അസുഖം ഇൻഫെക്ഷൻ വന്നിട്ട് ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് നമ്മുടെ ബോഡിയിൽ കയറിയിട്ട് നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതെന്താണ്, ഇൻഡ്യൂസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. സോ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോഴാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ പറഞ്ഞു സ്ലോ ആണ് അതിൻ്റെ റിസൾട്ട് ഫുള്ളായിട്ട് വരാൻ. സോ ഇങ്ങനെ ഉണ്ടാവുന്ന നേടിയെടുക്കുന്ന ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് ഇത് വളരെ പതുക്കെ
ടൈം എടുത്തിട്ടാണ് ഒരു റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ത്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ ഇങ്ങനെ ഉണ്ടാവുന്ന ആ ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ്. സ്ലോ ആയിട്ട് നേടിയെടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ടൈപ്പ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി കൂടിയാണ് നമ്മൾ പറയുന്ന ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു വന്നത് 2 തരത്തിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഒന്നുകിൽ ഡിസീസസിലൂടെ. സോ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത? ഒന്നുകിൽ ഡിസീസിലൂടെ, ഒന്നുകിൽ വാക്സിനേഷനിലൂടെ. എങ്ങനെയാണ് ഡിസീസിലൂടെ? ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് ചിക്കൻ ബോക്സ്, മംസ്, മീസിൽസ് അങ്ങനെ ചില ടൈപ്പ് അസുഖങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ടൈമിൽ ഈ പറഞ്ഞ അസുഖങ്ങൾ ഏതെങ്കിലും ഡിസീസുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് അതിന് എഗെയിൻസ്റ്റായിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ്. അത് ഒരുപാട് കാലം നിലനിൽക്കും. സോ നമ്മുടെ ലൈഫിൽ ഡിസീസുകൾ ഉണ്ടായിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ടൈപ്പ് ഡിസീസുകൾ ഉണ്ടായിട്ട് നമുക്ക് നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതുകൊണ്ട് വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പെർട്ടിക്കുലർ ഡിസീസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിലുണ്ട്. പിന്നെ ഫർദർ ഇതുപോലത്തെ ഡിസീസുകൾ നമ്മുടെ ലൈഫിൽ വരില്ല. സോ അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഡിസീസ് വഴി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ്. അല്ലെങ്കിൽ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി വരാനുള്ള വേറൊരു മാർഗം വാക്സിനേഷനിലൂടെ. നമ്മൾ പറഞ്ഞു മൈക്രോ ഓർഗാനിസത്തിനെ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണൈസ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ. സോ വാക്സിനേഷനിലൂടെ എക്സാമ്പിളാണ് പോളിയോ വാക്സിൻ. നമ്മൾ പോളിയോ വാക്സിൻ എടുത്തത് ലൈവായിട്ടുള്ള ഇതാണ് വെച്ചിട്ടാണ്. സോ അങ്ങനെ പോളിയോ വാക്സിനിലൂടെ നമുക്ക് എന്താ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടി. അതുപോലെ ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ടെറ്റനസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ, ടെറ്റനസ് ടോക്സോയിഡ് എന്നുള്ളത്. അത് ഒരു ഡീടോക്സിഫൈഡ്, ആ ടോക്സിൻസ് റിമൂവ് ചെയ്തിട്ട് ഉണ്ടാവുന്ന അതാണ് ടെറ്റനസ് ടോക്സോയിഡ് എഗെയിൻസ്റ്റ് ടെറ്റനസ്. നമുക്ക് എന്തെങ്കിലും മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ല തുരുമ്പ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യോ കാലിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കുന്നതാണ് TT എന്ന് പറയുന്നത്. അതാണ് ഈ ഉദ്ദേശിക്കുന്നത് ടെറ്റനസ് ടോക്സോയിഡ്, TT. സോ ആ TT നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വാക്സിനേഷനിലൂടെ എടുത്തു കഴിഞ്ഞാൽ അതും ഒരു പ്രത്യേക കാലയളവ് വരെ നമുക്ക് പ്രൊട്ടക്ഷനാണ്, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മളോട് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും വൂണ്ടോ എന്തെങ്കിലും ഇതുപോലത്തെ തുരുമ്പ് പോലത്തെ സാധനങ്ങൾ അങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ആയിട്ട് മുറിവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ TT എടുത്തിട്ട് എത്ര കാലമായി? ബിക്കോസ് അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട്. ആ ഡ്യൂറേഷൻ വരെ നമുക്ക് ഒരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ പ്രൊവൈഡഡ് ആയിരിക്കും. സോ ഇത് ലോങ് ലാസ്റ്റിംഗ് തന്നെ ആ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അത്രയും നാൾ നമ്മുടെ ബോഡിയിൽ എന്ത് ഉണ്ടായിരിക്കും? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. നമ്മൾ ഓൾറെഡി പറഞ്ഞ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സ്പെസിഫിക് ആണെന്ന്. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് അക്വേർഡ് ഇമ്മ്യൂണിറ്റിയാണ്. ഇത് നമ്മൾ ഡിസീസുകൾ വന്നിട്ട് നമ്മുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ്ഡ് ആവാം. അല്ലെങ്കിൽ നമ്മൾ വാക്സിനേഷൻ വഴി ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിന് ഏജൻസികളെയൊക്കെ നമ്മുടെ ബോഡിയിൽ ഡെലിബറേറ്റ്ലി പർപ്പസ്ഫുള്ളി നമ്മുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റി നമ്മുടെ ബോഡിയെ കൊണ്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നേടിയെടുക്കാം. സോ ത്രൂ വാക്സിനേഷനും ഡിസീസുകൾ നാച്ചുറലായിട്ട് വരുന്നത് വഴിയും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി.